ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളാണ്. ഒന്ന് പരിഹാസം, മറ്റൊന്ന് കുത്തുവാക്കുകൾ. പക്ഷെ പലപ്പോഴും നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ കുടുംബങ്ങളിൽ കേൾക്കേണ്ടി വരുന്ന വല്ലാത്ത പ്രയാസ പ്രതിസന്ധികൾ, വാക്കുകൾ കൊണ്ടുള്ള വലിയ മുറിവുകൾ, അവരുടെ ഹൃദയാന്തരങ്ങൾ വലിയ മുറിവുണ്ടാക്കാറുണ്ട്, വലിയ വേദന ഉണ്ടാക്കാറുണ്ട്. ഭർത്താവ് ഭാര്യയെ, അതുപോലെ ഭർത്താവിന്റെ മാതാപിതാക്കൾ, കയറി വന്ന മരുമകളെ, അങ്ങനെ തുടങ്ങി ഒരുപാട് കുടുംബത്തിലും കൂട്ടുകാർക്കിടയിലും നാട്ടുകാർക്കിടയിലും പരിഹാസങ്ങളായി നമ്മൾ മാറാറുണ്ട്. എന്നാൽ ഇൻഷാ അല്ലാഹ് അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ, പരിഹസിക്കുമ്പോൾ അതിൽ നിന്ന് മോചനമുണ്ടാകാൻ, അതിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്താൻ, ഒരാൾ നമ്മളെ കളിയാക്കാതിരിക്കാൻ, ഒരാൾ നമ്മളെ കുത്തുവാക്കുകൾ പറയാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന 4 കാര്യങ്ങൾ, അല്ലാഹു നബി തങ്ങളോട് ചെയ്യാൻ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുമെന്ന്, നിങ്ങൾ വിജയിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ 4 കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ, അല്ലാഹ് കബൂലാക്കട്ടെ. വീണ്ടും ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിൽ അൽഹംദുലില്ലാ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയത്തിലൂടെ ഒരുമിച്ച് കൂടാൻ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ നമുക്ക് ഭാഗ്യം തന്ന അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും. എല്ലാവരും മനസ്സിൽ തൊട്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളൊരു വലിയ ആശ്വാസത്തിന്റെ തെളിനീരാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികൾ രക്ഷപ്പെടുമെന്നാണ്. നമുക്കറിയാം, നാം ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാം ചെയ്യാത്ത പ്രവർത്തനങ്ങൾക്ക് കുറ്റങ്ങൾ ഏൽക്കാറുണ്ട്, അല്ലെ? പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ കുത്തുവാക്കുകൾ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരുപാട് അപഹാസ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് കുടുംബത്തിൽ, അല്ലെ? കുടുംബത്തിൽ, കൂട്ടുകാരിൽ, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, അങ്ങനെ വലിയ പ്രയാസ പ്രതിസന്ധികൾ പലപ്പോഴും എൻ്റെ ഉമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ പലപ്പോഴും നമ്മൾ അനുഭവിക്കാറുണ്ട്. കൂടുതലായും എൻ്റെ ഉമ്മമാരാണ്, എൻ്റെ സഹോദരിമാരാണ്. അവർ ഭർത്തൃ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ ജീവിച്ച അറ്റ്മോസ്ഫിയറേ അല്ല, അവർ ജീവിച്ച പശ്ചാത്തലങ്ങളെ ആയിരിക്കൂല, അവർ കണ്ടു വളർന്ന രീതികളെ ആയിരിക്കൂല. പക്ഷെ ആ രീതിയോട് പൊരുത്തപ്പെടാൻ സമയം കൊടുക്കുന്നതിന് മുമ്പ് കയറി വരുന്ന മരുമകളോട് ക്രൂരമായി പെരുമാറുന്ന എത്രയോ അമ്മാവിയമ്മമാർ. ഞാൻ കളിയാക്കും, കുറ്റപ്പെടുത്തൊന്നുമില്ല, ഇല്ലേ? അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഉമ്മയോട് പെരുമാറുന്നത് പോലും വകവെക്കാതെ, പോലെയല്ല വന്നു കയറുന്ന മരുമക്കൾ അമ്മായിയമ്മയോട് പെരുമാറുന്നു. വളരെ ക്രൂരമായി പെരുമാറുന്ന എത്രയോ മരുമക്കൾ. 2 വശം നമ്മൾ പറയണമല്ലോ, ഒരു വശം മാത്രമല്ല. അപ്പൊ 2 വശങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന മരുമകളെ മകളായും ആ വീട്ടിലെ അമ്മായിയെ ഉമ്മയായും കണ്ടു തുടങ്ങുമ്പോൾ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും. പക്ഷെ പലപ്പോഴും എൻ്റെ സഹോദരിമാർക്ക് അത് പറ്റാതെ പോവാണ്. എൻ്റെ ഉമ്മമാർക്ക് മരുമകളെ മകളായി കാണാൻ പറ്റാതെ പോകുന്ന എത്രയോ ആത്മഹത്യകൾ. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഫസീല എന്ന് പറയുന്ന പൊന്നുമോൾ, അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, ക്രൂരമായി ആത്മഹത്യ ചെയ്തതിന് എഴുതി വെച്ച കുറിപ്പുകൾ നമ്മൾ കണ്ടവരാണ് സോഷ്യൽ മീഡിയകളിലൂടെ. അള്ളാഹു അതുപോലെയുള്ള ദുരന്തങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഒരു മനുഷ്യനെ താങ്ങാവുന്നതിലും അപ്പുറമാണ് പരിഹാസം കേൾക്കേണ്ടി വരിക, കുത്തുവാക്ക് കേൾക്കേണ്ടി വരിക, മോശത്തരങ്ങൾ കേൾക്കേണ്ടി വരിക. അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വായിൽ നിന്നാകുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മളെ ചേർത്ത് പിടിക്കുമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വായിൽ നിന്നും നമ്മളെ തള്ളിപ്പറയുന്ന, നമ്മൾ ചെയ്തിട്ടില്ലാത്ത തെറ്റുകൾ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ വല്ലാത്ത വേദനയാണ്, കണ്ണ് നിറഞ്ഞു പോകും. ഇനി നമ്മൾ ചെയ്തെന്നിരിക്കട്ടെ, അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ഒരു അബദ്ധത്തിൽ ഒരു തെറ്റ് ചെയ്തു പോയി, ആ തെറ്റിന്റെ പേരിൽ വർഷങ്ങളോളം ഒരുപാട് നാളിങ്ങനെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സങ്കടമാണ്. ഭാര്യ എന്തോ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, ഒരു അബദ്ധം സംഭവിച്ചു പോയി, അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ എടുത്തുചാട്ടം കൊണ്ട്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയി. ഭർത്താവ് ഇങ്ങനെ എപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഭർത്താവ് ആ ഒരു തെറ്റിന്റെ പേരിൽ ആ ഭാര്യ ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ആ ജീവിതത്തിന് എന്താണ് ഒരു സന്തോഷം? തിരിച്ചങ്ങനെ തന്നെ ഭർത്താവിന്റെ തെറ്റുണ്ടായി, ആ ഭർത്താവിന്റെ ഒരു തെറ്റ് സംഭവിച്ചു പോയി, അത് തിരുത്തിയെടുക്കാമെന്ന് ഉറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാതെ വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ കണ്ണുകൊണ്ട് ഭർത്താവിനെ കണ്ടാൽ, ആ രീതിയിൽ ഭർത്താവിനോട് പെരുമാറും
പെരുമാറിയാൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥം? അല്ലേ? അതെല്ലാം അങ്ങനെ തന്നെ. കുടുംബത്തിലാകട്ടെ, അയൽവാസികളിലാകട്ടെ, സൗഹൃദങ്ങളിലാകട്ടെ, എല്ലാത്തിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളെയും മോശക്കാരാക്കാൻ പാടില്ല. തെറ്റ് സംഭവിക്കാത്ത മനുഷ്യരില്ല. അത് തിരുത്തിയെടുക്കുന്നവരാണ് നല്ല മനുഷ്യൻ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ പരിശുദ്ധമായ കഅബയേക്കാൾ ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് വിലയുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല, നമ്മൾ ആരെയും കളിയാക്കാൻ പാടില്ല, നമ്മൾ ആരെയും പരിഹസിക്കാൻ പാടില്ല. നമുക്കതൊരു വലിയ വേദനയാണ്. ഏതൊരു വേദനയ്ക്കും മരുന്നുണ്ട് എന്ന പരിശുദ്ധമായ ഖുർആൻ. അത് ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, സാമൂഹികമാകട്ടെ, ഏത് വേദന നമുക്കുണ്ടോ അതിന് പരിഹാരം പരിശുദ്ധമായ ഖുർആൻ ഉണ്ടെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉമ്മമാരെ, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മളൊന്നും കേൾക്കുന്നത് ഒന്നുമല്ലാന്നേ, നമ്മൾ കേട്ടത് ഒന്നുമല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുത്തുവാക്ക് കേൾക്കേണ്ടി വന്നത്, പരിഹാസി കേൾക്കേണ്ടി വന്നത്, പഴി കേൾക്കേണ്ടി വന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ അൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്വാദിഖ് എന്ന് ചേർത്ത് പിടിച്ചവർ ഭ്രാന്തൻ എന്ന് പറഞ്ഞു, ഭ്രാന്തൻ എന്ന് പറഞ്ഞു, കൂകി വിളിച്ചു, കല്ലെറിഞ്ഞു, ജന്മം തന്ന നാടിന് നിന്ന് ആട്ടിപ്പായിച്ചു. എന്നാലോചിക്കെ, പട്ടിണി കിട്ടു. ശുഐബ് അബീ ത്വാലിബിന്റെ താഴ്വാരത്ത് നിബിതങ്ങൾ പട്ടിണി കിടന്നു, കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഇലകൾ കഴിച്ചു. നിബിതങ്ങൾ വിശപ്പ് സഹിക്ക വയ്യാതെ അവസാനം ആട് കഷ്ടിക്കുന്നത് പോലെ കഷ്ടിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ പ്രഭാഷണത്തിന്റെ മുഞ്ചു കൂട്ടാൻ വേണ്ടി പ്രഭാഷകന്മാർ പറയുന്നതല്ല. നിബിതങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ത്യാഗം സഹിച്ചവരാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ഫലസ്തീനിലെ മക്കളാണ്. നമ്മളപ്പോൾ പറയുമായിരിക്കും അള്ളാഹു ഫലസ്തീനികൾക്ക് മോചനം കൊടുക്കട്ടെ. അതിനു മുകളിൽ നമ്മുടെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തു പിടിച്ചവർ, അണച്ചു പിടിക്കേണ്ടവർ, തള്ളിപ്പറഞ്ഞ, കൂകി വിളിച്ച, കല്ലെറിഞ്ഞ ഒരു ജീവിതമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തനബിതങ്ങൾക്ക് സങ്കടം വന്നപ്പോ, ആ നബിതങ്ങൾക്ക് വേദന വന്നപ്പോ, ചെയ്യാത്ത തെറ്റിന് പരിഹാസ്യം കേൾക്കേണ്ടി വന്നപ്പോ, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നപ്പോ നിബിതങ്ങളെ മനസ്സ് വേദനിച്ചു. ആ നബിതങ്ങൾക്ക് അള്ളാഹു കൊടുത്ത മരുന്നാണ് ഇന്ന് വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനലിലൂടെ എൻ്റെ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക്, ഉപ്പമാർക്ക് ഞാനൊന്ന് പറഞ്ഞു വരാൻ പോകുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 97, 98, 99 ആയത്തിലൂടെ അള്ളാഹ് പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലഖദ് നഅലമു അന്നക യലീഖു സദ്റുക ബിമാ യഖൂലൂൻ. നബിയേ, വലഖദ് നഅലമു, നാം അറിയുന്നുണ്ട് നബിയേ, നബിയേ, അള്ളാഹ് പറയാണ്, നാം അറിയുന്നുണ്ട്, അന്നക യലീഖു സദ്റുക ബിമാ യഖൂലൂൻ, അവർ പറയുന്ന വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് വേദനിച്ചു എന്ന് എനിക്കറിയാം നബിയേ. അവർ പറയുന്ന കുത്തുവാക്കുകൾ, പരിഹാസങ്ങൾ, കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ എല്ലാം നിങ്ങളുടെ കൽബിൽ വല്ലാത്ത വേദനയുണ്ടാക്കി, അത് വല്ലാത്ത ഇടുക്കമാക്കി, വിഷമമുണ്ടാക്കി എന്ന് നമുക്കറിയാം. എന്നിട്ട് തുടർന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയേ, സങ്കടപ്പെടേണ്ട നബിയേ, വിഷമിക്കണ്ട നബിയേ, വേദനിക്കണ്ട നബിയേ. എന്ത് ചെയ്യണമെന്നറിയോ? 4 കാര്യങ്ങൾ അല്ലാഹ് പഠിപ്പിച്ചു എന്ന് മഹാരഥനാകുന്ന മുഫസ്സിറാകുന്ന പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാതാവ് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ് 4 കാര്യം. 1, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, റബ്ബിന് ഹംദുകൾ അധികരിപ്പിക്കണം. ഉമ്മ, പെങ്ങളെ, കുടുംബത്തിൽ കുത്തുവാക്കുകൾ കേൾക്കുന്നവരാണോ, ഭർത്താവിന്റെ പരിഹാസങ്ങൾ കേൾക്കുന്നവരാണോ, ഹംദ് അധികരിപ്പിക്കണം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. തിന്നു കഴിഞ്ഞാൽ മാത്രം ഹംദ് പറഞ്ഞാൽ പോരാ, കുടിച്ചു കഴിഞ്ഞാൽ മാത്രം ഹംദ് പറഞ്ഞാൽ പോരാ, ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഹംദ് പറഞ്ഞാൽ പോരാ, ജീവിതത്തിലുടനീളം നന്ദിയുള്ള അടിമയായിക്കോ. നബി തങ്ങൾ പറഞ്ഞെന്താ? അഫല അനകൂന അബ്ദൻ ശകൂറ. ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ നബി തങ്ങൾ ചോദിച്ചേ. ലോകത്തിനെ പടക്കാൻ തന്നെ കാരണക്കാരനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, ഇന്ന് മുതൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 ഹംദെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കണം. നമ്മൾ നിസ്കാരത്തിൽ അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ് അങ്ങനെ പറഞ്ഞാൽ പോരാ. നമ്മൾ എല്ലാം ചൊല്ലും, പക്ഷെ ചൊല്ലുന്നതൊക്കെ പല കോലത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സു മാത്രമേ വെളി വരുള്ളൂ. നമുക്ക് സമയമില്ല. 33 സുബ്ഹാനല്ലാഹ് സെക്കൻഡ് മതി, അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, 2 സലാം വീട്ടിയ
തീർന്ന് സമയമില്ല. അല്ല, കൽബിൽ തട്ടി മനസാന്നിധ്യ തഖ്വയോടുകൂടി റബ്ബ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അൽഹംദുലില്ലാ. അതുകൂടാതെ നിസ്കാരത്തിൽ 33 വട്ടം ഹംദ് പറയുന്നത് കൂടാതെ ഒരു 101 വട്ടം എല്ലാ ദിവസവും ഒരു ഹംദ് പറയുന്ന ശീലം നമുക്ക് ഉണ്ടാകണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയണ നിബിധങ്ങൾ പഠിപ്പിച്ച എന്താ? അൽഹംദുലില്ലാഹില്ലദീ ഹയ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. അവിടെ ഹംദാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയ്, ഇടക്കിടക്ക് അല്ലാഹുമ്മ ലക്കൽ ഹംദ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇടക്കിടക്ക് അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്ക ശുക്ർ പറയേ. ഒരു സന്തോഷം കിട്ടി, സന്തോഷത്തിന് സുജൂദ് ചെയ്യേ. നമ്മൾ ചെയ്യൂല. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തത് ഹംദ് അധികരിപ്പിക്കുക, നന്ദി ചെയ്യുള്ള അടിമയാവുക. രണ്ടാമത് ഖുർആൻ പറയുന്നു വക്കും മിനസ് സാജിദീൻ, സുജൂദ് അധികരിപ്പിക്കണം. ഫർള് മാത്രം നിസ്കരിക്കുന്നവരെ നമ്മൾ, ഫർള് മാത്രം പോരാ. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, റബീഅ നബിയെ, എനിക്ക് നിങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം വേണം. നബിയെ, നിങ്ങളോടൊപ്പം എനിക്ക് കഴിയണം. നബി തങ്ങൾ പറഞ്ഞ എന്താ? അഇന്നി ബി കസറത്തി സുജൂദ്, നീ എന്നെ സുജൂദ് കൊണ്ട് സഹായിക്കാനാണ്. നബി തങ്ങൾ പറഞ്ഞത് വെറുതെ ഇല്ല. അള്ളയും നബി തങ്ങളോട് പറഞ്ഞു വക്കുൻ മിനസ് സാജിദീൻ, നബിയെ സുജൂദ് അധികരിപ്പിക്ക്. നമ്മുടെ നിസ്കാരങ്ങൾ, ഫർള് നിസ്കാരത്തിനോടൊപ്പം തഹജ്ജുദ് പതിവാക്കുക, ളുഹാ നിസ്കരിക്കുക. അതുപോലെ ഫർളിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, തസ്ബീഹ് ആഴ്ചയിൽ ഒരിക്കൽ, വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചയും തസ്ബീഹ് നിസ്കാരം നമ്മൾ പതിവാക്കും. ഇൻഷാ അല്ലാഹ് തസ്ബീഹ് നിസ്കാരത്തിന്റെ രൂപം നമ്മൾ പറയും, ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തഹജ്ജുദിന്റെ വീഡിയോ, നമ്മൾ നിസ്കാരത്തിന്റെ രൂപങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യും. അതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും കുറഞ്ഞ സമയത്തിൽ ഇതുപോലെ നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് എത്തിക്കണം. വിശദീകരിക്കുന്നില്ല. ഇപ്പൊ രണ്ടാമത്തത് സുജൂദിനെ അധികരിപ്പിക്കുക. മൂന്നാമത്തത് അള്ളാഹുവിന്റെ പ്രവാചകനോട് പഠിപ്പിക്കുന്ന ഇബാദത്ത് അധികരിപ്പിക്കുക. ഇബാദത്ത് അധികരിപ്പിക്കുക. ആ സൂറത്ത് ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ് ഇബാദത്ത് അധികരിപ്പിക്കണം. നിസ്കാരമാകട്ടെ, സ്വലാത്താകട്ടെ, ദിക്റാകട്ടെ, ഖുർആൻ പാരായണങ്ങളാകട്ടെ, സ്വതക്കയാകട്ടെ, നല്ല വർത്തമാനങ്ങളാകട്ടെ, കുടുംബബന്ധം ചേർക്കലാകട്ടെ, അങ്ങനെ തുടങ്ങി എന്തൊക്കെ നന്മയുണ്ടോ അത് അധികരിപ്പിക്കുക. നാലാമത്തത് അവസാനമായി നിബിധങ്ങളോട് അള്ളാഹ് പറഞ്ഞു ക്ഷമിക്കുക. ഇന്നല്ലാഹു മഅ സ്വാബിരീൻ. പെങ്ങളെ, നീ തിരിച്ചൊന്നും പറയണ്ട, നീ ക്ഷമിക്ക്, അള്ളാഹ് നിന്നോടൊപ്പം. അവര് പറയട്ടെ, ഒരു പരിധിയുണ്ട്, ഒരു വിഷമമുണ്ട്. അള്ളാഹ് വെറുതെ വിടൂല ഒരാളെയും. ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. എന്നും നിന്നെ അവർ കുറ്റപ്പെടുത്തൂല, എന്നും നിന്നെ പരിഹസിക്കൂല. ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്, ഒരു കയറ്റമുണ്ട്, ഇറക്കമുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നബിതങ്ങളെ പഠിപ്പിച്ചു. നബിതങ്ങളെ മനസ്സ് ടെൻഷനാകുമ്പോൾ, കുത്തുവാക്ക് കേട്ടപ്പോൾ, പരിഹാസ്യമായപ്പോൾ, ആളുകൾ വേദനിപ്പിച്ചപ്പോൾ ഈ 4 കാര്യം ചേർത്തു പിടിക്ക്. ഉറപ്പായും ആ കുറ്റം പറഞ്ഞ നാവ് കൊണ്ട് ചേർത്ത് പിടിക്കുമെന്നാണ് അള്ളാഹിന്റെ റസൂൽ അവസാനം മക്കം ഫത്തോടുകൂടി ചേർത്ത് പിടിച്ചില്ലേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഉറപ്പായും വിജയമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്കുള്ള സമ്മാനമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് വജീദ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും ദുആ ചെയ്യണം. അതോടൊപ്പം വലിയ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ്, അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഹദ്ദാദ് റാത്തീബും തിബ്ബുസ് സലാത്തും അസ്മാഉൽ ബദറും അസ്മാഉൽ ഹുസ്നയും മഹാന്മാരുടെ ചരിത്രം പാടി പറയലുകളുമായി ആയിരങ്ങൾ സംഗമിക്കുന്ന ഒരു മജ്ലിസാണ്. അള്ളാഹ് കബൂലാക്കട്ടെ. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.